കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കയർ ബോർഡ് ജീവനക്കാരി ജോളി മധു എഴുതിയ കത്ത് പുറത്തുവന്നു. ജോലി സ്ഥലത്തെ മാനസിക പീഡനത്തെക്കുറിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് ജോളി എഴുതിയ കത്താണ് പുറത്തുവന്നത്. കയർ ബോർഡ് ചെയർമാനോട് സംസാരിക്കാൻ ധൈര്യമില്ലെന്നും കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. കയർ ബോർഡ് ജീവനക്കാരിയായ ജോളി മധുവിന് തൊഴിലെടുത്ത് മാനസിക പീഡനം നേരിടേണ്ടി വന്നു എന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവന്ന കത്ത്. പരസ്യമായി മാപ്പ് പറയണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് തൊഴിൽ സ്ഥലത്ത് പീഡനം നേരിടേണ്ടി വന്നുവെന്നും ചെയർമാനോട് സംസാരിക്കാൻ ധൈര്യമില്ലെന്നും കത്തിൽ പറയുന്നു. ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ജോളി ബോധരഹിതയായതെന്ന് ബന്ധുക്കൾ പറയുന്നു. അതേസമയം ആരൊക്കെയാണ് വേട്ടയാടിയത് എന്ന് വ്യക്തമാക്കുന്ന ജോളിയുടെ ശബ്ദരേഖയും പുറത്തുവന്നു. അപ്പോൾ ശുക്ലയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ശുക്ലയ്ക്കാണ് എന്നോട് ദേഷ്യവും. അയാൾ കക്കാനായിട്ട് ഒത്തിരി ഫയലുകളിൽ എഴുതിയതെല്ലാം ഞാൻ ഉടക്കി. അതിന്റെ റിവഞ്ചാണ് ഈ തീർക്കുന്നത് മുഴുവനും. കയർ ബോർഡ് ജീവനക്കാർക്കെതിരെ നിയമപരമായി മുന്നോട്ട് നീങ്ങാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ചീഫ് സെക്രട്ടറിക്കും DGPക്കും നേരത്തെ പരാതി നൽകിയിരുന്നു. ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര ചെറുകിട വ്യവസായ മന്ത്രാലയം അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.